266 ദിവസമായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടത്തിവന്ന രാപ്പകൽ സമരത്തിന് ആവേശ സമാപനം. സമരപ്രതിജ്ഞ റാലി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതി തുടങ്ങിയ ആശാ വർക്കർമാരുടെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ അനിശ്ചിതകാല സമരത്തിനാണ് തൽക്കാലത്തേക്കെങ്കിലും സെക്രട്ടേറിയറ്റ് നടയിൽ ഇന്ന് വിരാമമാകുന്നത്. 266 ദിവസം പിന്നിട്ടതിന് ശേഷമാണ് സമരപ്രതിജ്ഞ റാലിയോടെ ആശാ വർക്കർമാരുടെ സമരം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നത്. പ്രാദേശിക തലങ്ങളിലായിരിക്കും ഇനി സമരം നടക്കുക എന്നാണ് സമരസമിതി നേതാക്കൾ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകേണ്ടതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ് അല്ല എന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം വളരെ നാടകീയമായാണ് 1000 രൂപ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകിയത്. ഇതോടെയാണ് ഈ അനിശ്ചിതകാല സമരത്തിന് തൽക്കാലത്തേക്കെങ്കിലും ഒരു വിരാമമിടാൻ സെക്രട്ടേറിയറ്റിനിടയിലെ സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എത്തിയത്. ഈ സമരം 365 ദിവസം പിന്നിടുന്ന 2026 ഫെബ്രുവരി 10-ാം തീയതി സെക്രട്ടേറിയറ്റിനിടയിൽ ഒരു ബഹുജന പരിപാടിക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട് സമരസമിതി. എന്തായാലും മഴയും വെയിലുമൊക്കെ ഏറ്റ് ആശാ വർക്കർമാരുടെ ഓണറേറിയവും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ച് നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 266 ദിവസം തുടർച്ചയായി സമരം ചെയ്തതിന് ഒടുവിലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഓണറേറിയം വർധനമെന്ന നടപടി സ്വാഗതം ചെയ്തുകൊണ്ട് ആശാ വർക്കർമാരുടെ സമരം ഇപ്പോൾ അവസാനിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യേണ്ട ആശാ വർക്കർമാരുടെ സമരപ്രതിജ്ഞാ റാലിയുടെ വേദിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയതോടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അരങ്ങേറിയത് നാടകീയ രംഗങ്ങൾ. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്ന് സമരസമിതി നേതാവിനെ വിളിച്ച് രാഹുലിനൊപ്പം വേദിയിൽ പങ്കിടുന്നതിലെ അസൌകര്യം അറിയിക്കുകയായിരുന്നു. പിന്നാലെ UDF നേതാക്കളുടെ ആവശ്യപ്രകാരം രാഹുൽ വേദി വിട്ട ശേഷമാണ് വി.ഡി. സതീശൻ സമരപ്പന്തലിലെത്തിയത്. പ്രതിപക്ഷ നേതാവ് പോയതോടെ രാഹുൽ വീണ്ടും സമരപ്പന്തലിലെത്തി. ഗർഭചിത്ര ശബ്ദരേഖയിൽ രാഹുൽ ഇന്നും മറുപടി പറഞ്ഞില്ല. ആശാ വർക്കർമാരുടെ അനിശ്ചിതകാല സമരത്തിന്റെ സമാപന വേദി നാടകീയമായ രാഷ്ട്രീയ രംഗങ്ങൾക്ക് കൂടിയാണ് സാക്ഷ്യം വഹിച്ചത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനായിരുന്നു ഈ സമരപ്രതിജ്ഞാ റാലി ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്നത്. പക്ഷേ ഈ ചടങ്ങ് തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നാടകീയമായി ഇവിടേക്ക് എത്തുകയായിരുന്നു. അദ്ദേഹം എത്തി ആശാ വർക്കർമാരെയും ആശാ സമര നേതാക്കന്മാരെയും അഭിവാദ്യം ചെയ്തു. അതിനുശേഷം ഔദ്യോഗികമായ ചടങ്ങ് തുടങ്ങിയതിന് പിന്നാലെ KK രമ MLAയും VV രാജേഷ് ഉൾപ്പെടെയുള്ള BJP നേതാക്കൾക്കും ഒപ്പം ഇരിപ്പിടത്തിൽ ഇരുന്നു. അതിന് തൊട്ട് പിന്നാലെ പ്രതിപക്ഷ നേതാവ് ഈ ചടങ്ങിലേക്ക് എത്തിയേക്കില്ല എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പരന്നു. പെട്ടെന്ന് ഒരു ഫോൺ കോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു. അതിനുശേഷം ഏതാനും സമയം കൂടെ അവിടെ ചെലവഴിച്ചതിന് ശേഷം സമരസമിതി നേതാക്കളെ അഭിവാദ്യം ചെയ്ത് അദ്ദേഹം വേദി വിടുകയായിരുന്നു. അദ്ദേഹം വേദി വിടുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് അദ്ദേഹത്തോട് പ്രതിപക്ഷ നേതാവ് എത്താൻ വൈകുന്നത് താങ്കൾ ഇവിടെ ഉള്ളതുകൊണ്ടാണോ എന്ന് ചോദിക്കുന്നു. അതിന് നിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി. നിങ്ങളുടെ കുത്തിത്തിരിപ്പ് നാട്ടിലെ ജനങ്ങൾ ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട്, അതായത് ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട് പ്രത്യേകമായി വൈകാരികതയുള്ള ഒരു വിഷയമാണ്. ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അടിയന്തര പ്രമേയം ഞാൻ അവതരിപ്പിച്ചത് ആശാ വർക്കർമാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ തന്നെ ആലോചിക്കണം, ഈ തുച്ഛമായ പൈസയ്ക്ക് ഏതാണ്ട് 232 രൂപയ്ക്ക് പ്രതിദിന ജീവിതം നയിക്കേണ്ടുന്ന മനുഷ്യന്മാർ 1 കിലോ വെളിച്ചെണ്ണയുടെ വില പോലും ഒരു ദിവസത്തെ അവരുടെ വേതനമായിട്ടില്ല. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വേദി വിട്ടതിന് തൊട്ട് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി ഈ ആശാ സമരപ്പന്തലിലേക്ക് എത്തുകയായിരുന്നു. മറ്റ് അഭിസംബോധനകൾക്കൊന്നും നിൽക്കാതെ അദ്ദേഹം നേരിട്ട് അദ്ദേഹത്തിന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയും പിന്നീട് ആശാ വർക്കർമാരെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയുമായിരുന്നു. എന്തായാലും കടുത്ത അതൃപ്തിയിലാണ് പ്രതിപക്ഷ നേതാവ് ഈ ചടങ്ങിന് എത്തുന്നതിൽ ബോധപൂർവ്വം വൈകിപ്പിക്കുന്ന ഒരു നിലപാടെടുത്തതെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പാർട്ടി നേതൃത്വത്തെ ഇക്കാര്യം അറിയിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ നേതാവ് എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. ആഴ്ചകൾക്ക് മുൻപ് സൗദി അറേബ്യയിൽ വെച്ച് മരണപ്പെട്ട മകന്റെ മൃതദേഹവും കാത്തിരിക്കുകയാണ് കൊച്ചിയിൽ ഒരു കുടുംബം. കപ്പൽ ജീവനക്കാരനായ ചെല്ലാനം സ്വദേശി എഡ്വിൻ ഗ്രേഷ്യസ് ആണ് ജോലി സ്ഥലത്തുണ്ടായ അപകടത്തിൽ മരിച്ചത്. എന്നാൽ നിയമ നടപടികൾ പൂർത്തിയാകാത്തത് മൂലം മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ മകൻ്റെ ബോഡി എങ്ങനെയെങ്കിലും എനിക്ക് കാണാൻ പറ്റിയ രീതിയിൽ
സാഹചര്യം ഒരുക്കണം. എൻ്റെ അമ്മയാണെങ്കിലും തളർന്ന് കിടക്കുകയാണ്. ദുഃഖം താങ്ങാനാവാതെ എൻ്റെ കുടുംബത്തിന് അത്താണിയായ മകനാണ്. കുടുംബം പുലർത്തിക്കൊണ്ടുപോയ ആളാണ്. ഞാൻ ഒരു രോഗാവസ്ഥയിലിരിക്കുന്ന ആളാണെങ്കിലും കൂടി കാലിനുമൊക്കെ പല സ്ഥലത്തൊക്കെ വേദനയും സർജറി കഴിഞ്ഞ ശേഷം പല ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ആ ബോഡി കിട്ടി നമുക്ക് മകനൊന്ന് നേരിട്ടൊന്ന് കാണാനായിട്ടുള്ള ഒരു ആഗ്രഹമാണ് മനസ്സിൽ നിൽക്കുന്നത്. ആഗ്രഹമെങ്കിലും ഒന്ന് നടത്തി തന്നാൽ മതി. മത്സ്യത്തൊഴിലാളിയായ വിൽസൺ വള്ളത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് കഴിഞ്ഞ മാസം 12-ന് മകൻ്റെ അപകടം സംബന്ധിച്ച ഫോൺ സന്ദേശം എത്തുന്നത്. കപ്പലിൽ നിന്ന് കയർ തട്ടി കടലിലേക്ക് തെറിച്ചു വീണുവെന്നാണ് കമ്പനി അറിയിച്ചത്. സൗദിയിലെ സാമിൽ മറൈൻ എന്ന കമ്പനിയിലാണ് എഡ്വിൻ ജോലി ചെയ്തിരുന്നത്. സഫാനിയ എന്ന സ്ഥലത്ത് റിഗിന് അടുത്തായിരുന്നു അപകടം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ലാബ് റിപ്പോർട്ടിനായി കാത്തിരിക്കുന്നു എന്നാണ് കമ്പനി ഈ ദിവസങ്ങളിൽ കുടുംബത്തെ അറിയിച്ചത്. കൂടുതൽ വിവരങ്ങളും അവർ കൈമാറിയില്ല. 27-കാരനായ എഡ്വിൻ്റെ മരണവിവരം അറിഞ്ഞതു മുതൽ സങ്കടക്കയത്തിലാണ് കുടുംബം. വൈകുന്ന കുറേ ഫോർമാലിറ്റീസ് ഉണ്ടെന്നാണ് പറയണത്. അവർക്ക് നടപടിക്രമങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്ത ശേഷമേ ബോഡി തിരികെ കിട്ടുള്ളൂ എന്നാണ് അവർ പറയണത്. അൽക്കോബാർ എന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത്. 1000 കിലോമീറ്റർ അകലെയാണ്. സൗദി അറേബ്യ പോർട്ടുമായിട്ട് 1000 കിലോമീറ്റർ അകലമുണ്ടെന്നാണ് പറയണത്. അവിടെ നിന്ന് ഈ ബോഡി കൊണ്ടുവന്ന് ഹബ്ജി എന്ന് പറയുന്ന ഹോസ്പിറ്റലിലാണ് ബോഡി സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് 300 കിലോമീറ്റർ അകലെ കൊണ്ടുപോയാണ് ഇപ്പോൾ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തേക്കുന്നത്. ദമാമിൽ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ കാര്യം ഒന്നും ഫൈനലിൽ എത്തണില്ല കാര്യങ്ങളൊന്നും. ഇപ്പോൾ 19 ദിവസത്തോളം ആയില്ലേ എൻ്റെ മകൻ എന്നെ വിട്ടുപിരിഞ്ഞ് പോയിട്ട്. ആരാണെങ്കിലും ഇടപെട്ടുണ്ട് എൻ്റെ മകനെ ഒന്ന് കാണാനായിട്ടുള്ള ഭാഗ്യമെങ്കിലും കിട്ടിയാൽ മതി. 4 മാസം മുൻപാണ് എഡ്വിൻ്റെ വിവാഹം കഴിഞ്ഞത്. അനുജനും മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ നെടുംതൂണായിരുന്നു ഈ യുവാവ്. മകനെ അവസാനമായി ഒന്ന് കാണാൻ പ്രവാസി വ്യവസായി യൂസഫ് അലി അടക്കമുള്ളവർ ഇടപെടണമേ എന്ന് അപേക്ഷിക്കുകയാണ് പിതാവ്. യൂസഫ് അലി സാറിനെ പോലത്തെ ആളുകളെങ്കിലും മനുഷ്യനെ ദുഃഖം അറിയുന്നവർ, ആ ദുഃഖം അറിയുന്നവരെങ്കിലും എൻ്റെ മകനെ എനിക്കൊന്ന് കാണാനായിട്ടുള്ള ഒരാഗ്രഹമുണ്ട്. യൂസഫ് അലി സാറൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ പോരാടുന്ന ആളുകളല്ലേ. അവർക്ക് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണവരല്ലേ. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. എഡ്വിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഊർജിതമായ ഇടപെടൽ നടത്തുന്നതായി എറണാകുളം MP ഹൈബി ഈഡൻ. സൗദിയിലെ നിയമങ്ങളാണ് വലിയ തടസ്സമായി നിൽക്കുന്നതെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. എഡ്വിൻ മരണപ്പെട്ട അവരുടെ ബന്ധുമിത്രാദികൾ ഈ വിവരം അറിയിച്ചതിനെ തുടർന്ന് നിരന്തരമായി സൗദിയിലെ എംബസിയുമായി MP എന്നുള്ള രീതിയിൽ ഇടപെടുന്നുണ്ട്. കാഫ്ജി എന്ന് പറയുന്ന സ്ഥലത്താണ് എഡ്വിൻ മരണപ്പെട്ടത്. അവിടെ പോസ്റ്റ്മോർട്ടം സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് ദമാമിലേക്ക് 300 കിലോമീറ്റർ അപ്പുറത്തേക്ക് അത് കൊണ്ടുപോയി. സാബിർ എന്ന് പറയുന്ന അവിടുത്തെ IFS ഓഫീസർ, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ കൂടിയാണ്. അവരുമായി സംസാരിച്ച് നിരന്തരമായി ഇത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു അസ്വാഭാവികമായ മരണമെന്നാണ് അവരുടെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം, ഫർദർ എൻക്വയറിക്ക് ശേഷം മാത്രമേ ബോഡി എംബാം ചെയ്ത് എയർലൈൻ അതോറിറ്റി NOC കൊടുക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ട്. സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിയമങ്ങളാണ് അത് ഇത്രയും കഠിനമാക്കുന്നത്. ഞങ്ങളത് നിരന്തരമായി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള വാർത്തകൾ തീർച്ചയായിട്ടും അതിന് സഹായകരമാകും. വേഗം എഡ്വിനെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഹായകരമാകും ഞങ്ങൾ പ്രതീക്ഷിക്കാം.